നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാത്ത ചില ആളുകളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു സഹായം കിട്ടുക എന്ന് പറഞ്ഞാൽ, വിലമതിക്കാനാവാത്ത ഒരു സഹായം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ആ അനുഭവം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ജൂൺ മാസം 17-ാം തീയതി എന്നെ സംബന്ധിച്ചിടത്തോളം അന്നൊരു ദുരന്തം നടന്ന ദിവസമാണ്. എൻ്റെ ഒരു സഹോദരൻ വാഹനാപകടത്തിൽ മരണപ്പെട്ട ദിവസമാണ്. സഹോദരി ഇപ്പോഴും ആശുപത്രിയിലാണ്. എറണാകുളം ലേക്ഷോർ ആശുപത്രിയിലാണ്. ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്കുള്ള ഓട്ടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ആദ്യം തൃശൂർ എലൈറ്റ് ആശുപത്രിയിലായിരുന്നു, പിന്നീട് എറണാകുളം അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി, അവിടെ നിന്ന് വൈറ്റില ലേക്ഷോർ ആശുപത്രിയിലേക്ക് മാറ്റി, ഇപ്പോൾ ലേക്ഷോർ ആശുപത്രിയിലാണ്. സഹോദരൻ മരിച്ചു. സഹോദരിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഒരു കാല് പൂർണ്ണമായി മുറിച്ചു മാറ്റേണ്ടി വന്നു. എന്തായാലും ആശുപത്രി വാസവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ള ചില സഹായങ്ങൾ അതെനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ഈ സഹായം തന്ന ആളുകളുടെ മുഖം ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല, ഒരു പരിചയവുമില്ല. ഫോണിൽ മാത്രമാണ് ഞാൻ അവരുമായി സംസാരിച്ചത്. അവരാ സഹായം എത്തിക്കുന്ന സമയത്ത്, ആശുപത്രിയിൽ വരുന്ന സമയത്ത് പോലും എനിക്ക് അവിടെ ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് എത്താൻ കഴിയില്ല, വേറെ ചില തിരക്കിലാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർ ആശുപത്രിയിൽ വന്ന് ബ്ലഡ് ബാങ്കിൽ വന്ന് രക്തം കൊടുത്ത് അവർ തിരിച്ചുപോയി. ഇതുവരെ ഞാൻ അവരെ കണ്ടിട്ടില്ല. ഒരുപാട് രക്തം ആവശ്യം വന്നു. ആശുപത്രി പരിസരത്തുള്ള ആളുകളെ ഞാൻ അന്വേഷിച്ചു, ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് തരാൻ നിർവാഹമില്ല എന്ന വിവരം അറിയിച്ചു. പിന്നെ ഞാൻ മറ്റു ചില വഴികളിലൂടെ അന്വേഷണം നടത്തി. എന്തായാലും എൻ്റെ അന്വേഷണം തുടങ്ങുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. അവിടെ നേരത്തെ ACP ആയിരുന്ന സുരേഷ് സാർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എന്തെങ്കിലും വഴിയുണ്ടോ, കൊച്ചിയിൽ ഏതെങ്കിലും ആളുകളെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സെൻട്രൽ പോലീസ് സ്റ്റേഷനുമായി ഒന്ന് ബന്ധപ്പെടാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു തന്നെ ഞാൻ അവിടെ ബന്ധപ്പെട്ടു. ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് SHO സ്ഥലത്തില്ലായിരുന്നു. എന്തായാലും എന്നോട് രക്തത്തിന്റെ കാര്യമാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ സ്റ്റേഷനിലുള്ള മറ്റൊരു പോലീസുകാരൻ, അദ്ദേഹത്തിന്റെ റാങ്ക് ഒന്നും എനിക്കറിയില്ല, കൃഷ്ണകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അപ്പുറത്ത് സ്റ്റേഷനിലെ ഫോൺ വാങ്ങിച്ച് അദ്ദേഹം എന്നോട് സംസാരിച്ചു. അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം എനിക്കൊരാളുടെ നമ്പർ തന്നു. ആ വ്യക്തിയുടെ പേര് ഡെന്നി എന്നാണ്. അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. കൃഷ്ണകുമാർ സാറിന് രക്തം തരണമെന്നുണ്ട്, പക്ഷെ 3 മാസം തികഞ്ഞിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഡെന്നി എന്ന് പറയുന്ന വ്യക്തിയുടെ നമ്പർ തന്നു. ഞാൻ ഈ ഡെന്നിയെ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ അതിനു വേണ്ട നടപടികൾ ഉണ്ടാകും, ഞാൻ അന്വേഷിക്കുന്നുണ്ട്, എന്നെ തിരിച്ചു വിളിച്ചോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ച് ചില നമ്പറുകൾ കൈമാറി. അങ്ങനെയാണ് ഞാൻ ആലുവയിലുള്ള സുഭാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നമ്പർ എനിക്ക് കിട്ടുന്നത്. അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും ഈ സുഭാഷ് ഈ പറഞ്ഞ് ആ സമയം ഞാൻ അദ്ദേഹത്തെ വിവരം അറിയിച്ച് അരമണിക്കൂറിനകം അദ്ദേഹം വൈറ്റിലയിലെ ലേക്ഷോർ ആശുപത്രിയിലെത്തി രക്തം കൊടുത്തു മടങ്ങി. ഇന്ന് ഇവിടെ അതുൽ എന്നു പേരുള്ള ഒരു വിദ്യാർത്ഥിയാണ്. എവിടെയാണ് പഠിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല, കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതുലിന്റെ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ സുഭാഷിന്റെ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ലേക്ഷോർ ആശുപത്രിയിൽ വന്ന് രക്തം കൊടുക്കുന്ന ആ ഫോട്ടോ എടുത്ത് അതുൽ എനിക്ക് അയച്ചു തന്നു. അങ്ങനെ ഞാൻ അതുലിനെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കണ്ടു. ഇപ്പോഴും കൃഷ്ണകുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ടിട്ടില്ല, ഡെന്നി എന്ന് പറയുന്ന ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പല ആളുകളെയും, സുഭാഷ് എന്ന് പറയുന്ന ആലുവക്കാരനായിട്ടുള്ള വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഞാൻ കണ്ടു പരിചയിച്ച ചില ആളുകളെ ഞാൻ വിളിച്ചിരുന്നു. അവർക്ക് അവിടെ എത്താൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവർ പലരും രക്തം കൊടുത്ത ആളുകളാണ്. പിന്നെ തൃശ്ശൂരിൽ നിന്ന്, നാട്ടിൽ നിന്ന് ചില ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകണം. അവരുടെ ജോലിയും മറ്റും ഒക്കെ പ്രശ്നമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ശ്രമം തൽക്കാലം വേണ്ടെന്ന് വെച്ചു. കൊച്ചിയിൽ തന്നെ അന്വേഷണം നടത്തി. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാത്ത, ഒരിക്കലും അവരുമായി നേരത്തെ സംസാരിച്ചിട്ടില്ലാത്ത അത്തരത്തിലുള്ള ചില ആളുകളാണ് വളരെ അത്യാവശ്യമായ ഒരു സാഹചര്യത്തിൽ സഹായിക്കാൻ എത്തിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമാണ് കഴിഞ്ഞ ജൂൺ മാസം 17-ാം തീയതി ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ ഉണ്ടായത്. ഒരിക്കലും അത് സഹിക്കാനാവാത്ത ഒരു ദുരന്തം തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവിടെ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 2 പേരെ എതിർദിശയിൽ നിന്നും വന്നിരുന്ന കാറ് ഇടിച്ചു തെറിപ്പിച്ചു. ഒരാളുടെ കാല് ഏകദേശം അറ്റുപോയൊരവസ്ഥയിലായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. എന്തായാലും മുഹമ്മദ് ഹാഷിം എന്ന് പറയുന്ന എന്റെ സഹോദരൻ 17-ാം തീയതി അപകടമുണ്ടായി. 18-ാം തീയതി പുലർച്ചെ 2 മണിക്ക് ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ മുഹമ്മദ് ഹാഷിമിന്റെ ഭാര്യയാണ് എന്റെ സഹോദരി എന്ന് പറഞ്ഞ മൈമൂന സിയ എന്ന് പറയുന്ന പെൺകുട്ടി. 20 വയസ്സേ ആയിട്ടുള്ളൂ. ലേക്ഷോർ ആശുപത്രിയിലാണ്.
ഒരു കാല് മുട്ടിന് ചുവടെ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ വേദന ഈ അപകടവുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവർക്കും വലിയ മാനസികമായിട്ടുള്ള വിഷമമുണ്ട്, വലിയ വേദന മനസ്സിനേറ്റൊരു സാഹചര്യമാണ്. ഈ ഒരു സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചില ആളുകൾ, ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് സഹായവുമായി എത്തുന്നത്. എന്തായാലും അവരോടുള്ള നന്ദിയും കടപ്പാടും ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.